ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് 6mm 8mm സൈസുള്ള രണ്ട് ബീഡ്സാണ്. പിന്നെ നമ്മൾ ഇത് കോർക്കുന്നതിനായിട്ട് മെറ്റൽ വയറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഗിയർ വയർ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് വശത്തായിട്ട് ഓരോ ചെറിയ ബീഡ്സ് നമ്മുടെ കയ്യിലുള്ളതിൽ ചെറിയ ബീഡ്സാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 6mm ആണ് കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഒരു വലിയ ബീഡുണ്ടല്ലോ 8mm അതിട്ടിട്ട് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് മുഴുവനും ഈ ഒരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ടാണ് ഇതേപോലെ തന്നെയാണ് ഇനി മുന്നോട്ടും ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ 6mm ബീഡ്സ് എടുത്തിട്ട് രണ്ട് ഭാഗത്തൂടെയായിട്ട് കോർത്ത് കൊടുക്കാം. അതിനുശേഷം 8mm ആ ഒരു വലിയ ബീഡുണ്ടല്ലോ അതിട്ടിട്ട് വീണ്ടും ലോക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് ഇതിൽ വെറൈറ്റി ഒരുപാട് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതായത് വേറെ കളറുള്ള ബീഡ്സുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല, നമ്മൾ ചെയ്യുന്ന ഹെയർ ബാൻഡിൻ്റെ ഇതേപോലെയുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബാൻഡിൻ്റെ എല്ലാ വർക്കുകൾക്കും ഉള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് നമുക്ക് മാലയായിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് കേട്ടോ. നമ്മൾ അറ്റത്ത് കൊളുത്ത് പിടിപ്പിച്ച് കൊടുത്താൽ ബ്രേസ്ലെറ്റായി. ഇത് കണ്ടില്ലേ, ഇതേപോലെയുള്ള മോഡൽ ഇതൊക്കെ നമുക്ക് നമ്മൾ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന മാലയായിട്ട് നെക്ലസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേണുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമുക്ക് നെക്ലസ് ആയിട്ടോ മാലയായിട്ടോ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ചെയ്ത വർക്ക് ഈ ഒരു ഇത്ര ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മളിനി തുടർന്നും ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ഇത് കോർത്ത് നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കുക. ഒരു ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് ആദ്യം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ വയറുണ്ടല്ലോ, നമ്മൾ മെറ്റൽ വയർ എടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുക്കുക. ഇത് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതിനൊരു വൃത്തികേട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, കണ്ടില്ലേ. മാലയോ ബ്രേസ്ലെറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നല്ല പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മളിന്ന് അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ഉണ്ടല്ലോ അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം വന്നിട്ട് ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നീണ്ടല്ലോ ഇതുപോലെ ഒന്ന് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ നടുക്കത്തെ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വയറുണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വയറ് പുറത്ത് കാണാത്ത തരത്തിൽ, നിങ്ങളുടെ ഐഡിയ പോലെ അത് പുറത്ത് കാണാത്ത തരത്തിൽ വേണം എന്തായിരുന്നു സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റിലൊന്ന് വെച്ച് കൊടുത്താൽ ഇത് ശരിക്കും അവിടെ ഫിറ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് എന്നുള്ളത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻസൊക്കെ അറിയിക്കുക. ബൈ.